നോൺ ഹോമോജീനിയസ് റെക്കറൻസ് നമ്മൾ കണ്ടായിരുന്നു. രണ്ട് ടൈപ്പ് ഓഫ് റെക്കറൻസ് റിലേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാന്നാണ് ഇനി അടുത്ത കാണാൻ പോകുന്നത്. സോ നമ്മൾ നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷന്റെ ജനറൽ ഫോം എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു. ഇവിടെ സീറോ, ഈ ഒരു എഫ് ഓഫ് എൻ എന്നുള്ള ഒരു സാധനം സീറോ ആയിരുന്നെങ്കിൽ അതിനെ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ എന്നും, ഇവിടെ ഒരു ഫംഗ്ഷന്റെ രൂപത്തിലാണ് ഈ ഒരു പാർട്ട് പറഞ്ഞെങ്കിൽ അതിനെ നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ ആണ് നമ്മൾ ഇന്നലെ ഓൾറെഡി കണ്ടായിരുന്നു. സോ ഈ ഒരു റെക്കറൻസ് റിലേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും. an ഈക്വൽ ടു an റേസ് ടു h ആണ്. ഇവിടെ h പ്ലസ് an റേസ് ടു p എന്ന് വരും. അതായത് ഈ a എന്ന് പറയുന്നത് ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് പാർട്ട് എന്ന് പറയാം. ഇവിടെ ഈക്വൽ ടു സീറോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോമോജീനിയസ് പാർട്ട് ആവുമല്ലോ. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പാർട്ടാണ് an റേസ് ടു h എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. എന്നിട്ട് ഇത് വേറൊരു ഫോർമാറ്റ് നമ്മൾ സോൾവ് ചെയ്യും. ആ ഒരു പാർട്ടാണ് an റേസ് ടു p എന്ന് കിട്ടും. ഇത് രണ്ടുകൊണ്ട് ആ രണ്ട് സോൾവ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് കിട്ടുന്ന സൊല്യൂഷൻ ആണ് an എന്നുള്ളത്. ദാറ്റ് ഈസ് വേർ an റേസ് ടു h ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദി കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ. അതായത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഹോമോജീനിയസ് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്തോ അതേ മെത്തേഡിൽ തന്നെ ഇവിടെയും നമുക്ക് തന്നിരിക്കുന്ന റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യും. ആ കിട്ടുന്ന സൊല്യൂഷൻ നമ്മൾ an റേസ് ടു h എന്നുള്ള ഫോമിൽ എഴുതും. പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദി ഗീവൻ occurrence relation which depends on f of n. അതായത് ഈ f of n നെ ഡിപ്പെൻഡ് ചെയ്ത് കിട്ടുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. അതിനെ an റേസ് ടു p എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യണത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ ആയിരിക്കും ഈ ഒരു റെക്കറൻസ് റിലേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഹോമോജീനിയസിൽ തന്നെ ഇതുപോലെ ഫസ്റ്റ് ഓർഡറും കണ്ടായിരുന്നു, സെക്കൻഡ് ഓർഡറും കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും ഫസ്റ്റ് ഓർഡറും ഉണ്ട്, സെക്കൻഡ് ഓർഡറും ഉണ്ട്. ജനറൽ ഫോം ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോമിൽ വരുന്നത്, അതായത് ഓർഡർ 1 വരുന്ന ഇക്വേഷൻസ് വരുന്ന നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻസ് ഈ ഫോമിലായിരിക്കും. വേർ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു കെ ആർ റേസ് ടു എൻ എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു ഫോം എങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഫോമിലായിട്ടായിരിക്കും. ആൻഡ് വേർ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഹോമോജീനിയസ് പാർട്ട്, മറ്റത് റെക്കറൻസ് റിലേഷൻ ഈ ഒരു ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന പാർട്ടിനെ നമ്മൾ a റേസ് ടു n p എന്ന് എഴുതും. അതാണ് എഴുതിയിരിക്കുന്നത്. an is equal to ad raised to n, അതായത് an raised to h എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലോ, ഒരു ഹോമോജീനിയസ് പാർട്ട് എങ്ങനെ സോൾവ് ചെയ്യണത്. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ഈ ഒരു ഫോമിലായിരിക്കും നമ്മൾ കണ്ടു. അപ്പൊ an raised to h എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും ആ സൊല്യൂഷൻ വന്നത്. an raised to p, അതായത് പർട്ടിക്കുലർ സൊല്യൂഷൻ ഗിവൺ ബൈ an raised to p equal to b r raised to n if r raised to n is not a solution of the homogeneous part. ഇത് നമുക്ക് ഇവിടെ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നല്ലോ, അതായത് ഒരു ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ a d raised to n എന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ r, അതായത് r raised to n is not a solution of the homogeneous part. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോമില് കിട്ടുമല്ലോ. ഇതിൽ ആർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡി ആണ്. അപ്പോൾ ആർ നോട്ട് ഈക്വൽ ടു ഡി, അതായത് ഹോമോജീനിയസ് പാർട്ടിന്റെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആറിന്റെ വാല്യൂസ് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നല്ലോ. എന്നിട്ടല്ലേ നമ്മൾ അതായത് 3 ടൈപ്പ് ഓഫ് ആർ വരാം. അതായത് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്, പിന്നെ ഈക്വൽ റൂട്ട്സ് വരാം, കോംപ്ലക്സ് റൂട്ട്സ് വരാം. അങ്ങനെ നമ്മൾ കണ്ടായിരുന്നല്ലോ. ആ ഒരു രീതിയിൽ വരുമ്പോൾ ആറും ഡിയും ഈ നോട്ട് ഈക്വൽ ആയിട്ട് വന്ന കേസിലാണെങ്കിൽ ഈ ഒരു ഫോം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഈക്വൽ ടു ആണെങ്കിൽ ഈ ഒരു ഫോം. അതായത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് രീതി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതായത് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടുന്ന ആൻസറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ an റേസ് ടു p എന്നുള്ള പാർട്ടിൽ നമ്മൾ ഏത് ഇത് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം, അപ്പൊ ഇതിന്റെ ക്ലാരിറ്റി കിട്ടും. സോ സോൾവ് an minus 3 an minus 1. അതായത് നമ്മൾ ഇത്രയും ദിവസം ഇന്നലെ കണ്ട ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഈ ഒരു പാർട്ട് ഇല്ല, ഇവിടെ ഈക്വൽ ടു 0 എന്നായിരുന്നു. ഇവിടെ അതിന് പകരം ഇവിടെ ഒരു ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷൻ ആണ്, ഈ ഒരു പാർട്ട് ഉണ്ട്. ബാക്കിയെല്ലാം നോർമൽ നമ്മൾ ഇന്നലെ കണ്ട ക്വസ്റ്റ്യൻസ് പോലെ തന്നെയാണ്. ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു എഫ് ഓഫ് എൻ, ഇതൊരു ഫംഗ്ഷൻ അതിൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതാണ് തന്നിരിക്കുന്ന റെക്കറൻസ് റിലേഷൻ.
അപ്പൊ നമുക്ക് ജനറൽ സൊല്യൂഷന്റെ ഫോർമാറ്റ് എന്താണ് നമ്മളിപ്പോ കണ്ടു. ദാറ്റ് ഈസ് an ഈക്വൽ ടു an റേസ് ടു h പ്ലസ് an റേസ് ടു p. ഇതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു പാർട്ട് കണ്ടുപിടിക്കും. അതായത് നമ്മൾ ഹോമോജീനിയസ് ഇക്വേഷൻ ആയിട്ട് ഇതിനെ എടുത്തിട്ട്, ഈ ഒരു പാർട്ടിനെ ഹോമോജീനിയസ് ഇക്വേഷൻ ആയിട്ട് എടുത്തിട്ട് ഇന്നലെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ച അതേ മെത്തേഡില് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. എന്നിട്ടായിരിക്കും നമ്മൾ ഈ പാർട്ട് കൺസിഡർ ചെയ്യണത്. സോ അതിനായിട്ട് നമ്മൾ ഈ ഒരു പാർട്ടിനെ ഈക്വൽ ടു 0 എന്ന്, അതായത് ഹോമോജീനിയസ് പാർട്ട് എടുത്തു. ദാറ്റ് ഈസ് an മൈനസ് 3an മൈനസ് 1 ഈക്വൽ ടു 0. ഇത് നമ്മൾ ഇന്നലെ കണ്ടതാണല്ലോ. ഈ ഒരു പാർട്ടിൽ നമ്മൾ d എന്ന് ഡിനോട്ട് ചെയ്യും, അതായത് ഇതാണ് d എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ an റേസ് ടു h വിൽ ബി ഈക്വൽ ടു a. നമ്മൾ ഇന്നലെ കണ്ടു a d റേസ് ടു n ആയിരിക്കും അതിന്റെ ആൻസർ. an വിൽ ബി ഈക്വൽ ടു a d റേസ് ടു n ആയിരിക്കും അതിന്റെ ആൻസർ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. അല്ലെ ഡിയുടെ വാല്യൂ എന്താണ് ഇവിടെ 3 ആണ്. ആ 3 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ ഇന്നലെ an ആയിരുന്നെങ്കിൽ ഇവിടെ രണ്ട് പാർട്ടായിട്ട് സൊല്യൂഷൻ പറഞ്ഞാൽ ഇവിടെ ഒരു h കൂടെ വരും, അത്രേ ഉള്ളൂ. an റേസ് ടു h എന്ന് പറയുമ്പോൾ a 3 റേസ് ടു n എന്ന് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ a എന്നിട്ട് ഈ ക്യാപിറ്റൽ എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇനി അടുത്തത് ബി, അതായത് ഇപ്പൊ നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ an റേസ് ടു h പ്ലസ് an റേസ് ടു p പാർട്ട്, അതായത് ഈ പാർട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത് പർട്ടിക്കുലർ സൊല്യൂഷന്റെ പാർട്ടാണ് ഇനി അടുത്ത് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ടു ഫൈൻഡ് an റേസ് ടു p. സോ an റേസ് ടു p ഈക്വൽ ടു, ഇവിടെ r ഈക്വൽ ടു 7 ആണ്. d ആയിട്ട് ഈക്വൽ ആണോ? d 3 അല്ലേ, r എന്താണ് 7 ആണ്. അപ്പൊ എന്താണ് d ആയിട്ട് ഈക്വൽ ആണോ? അല്ല. അപ്പൊ എങ്ങനെയാണ് നമ്മള്, അപ്പൊ ഫസ്റ്റ് അതായത് d r എന്ന് പറഞ്ഞത് ഈ പാർട്ട് ഇതാണ് r എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അപ്പൊ r നോട്ട് ഈക്വൽ ടു d ആണ്, അതായത് d എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ r ഈക്വൽ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ 7 നമുക്ക് ഈ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ബി ആർ റേസ് ടു n എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് an റേസ് ടു p ഈക്വൽ ടു ബി ആർ റേസ് ടു n എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. an റേസ് ടു p എന്താണ്, ബി ആർ റേസ് ടു n ആണ്. ദാറ്റ് ഈസ് an റേസ് ടു p ഈക്വൽ ടു ബി 7 റേസ് ടു n. ഇനി നമുക്ക് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് n ഇൻ ദ ഗിവൺ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ 1, നമ്മൾ ഇതാണ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ 1 എന്ന് പറയുന്നത്. ഇതിലേക്ക് ഇതിനെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് an മൈനസ് 3an മൈനസ് 1 ഈക്വൽ ടു 5 7 റേസ് ടു n. an റേസ് ടു p എന്താണ്, b, അതായത് നമുക്ക് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഈ ചെയ്യുന്നത്. b 7 റേസ് ടു n ആണ്. അപ്പൊ a എന്ന് പറയുമ്പോൾ b 7 റേസ് ടു n, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. b 7 റേസ് ടു n. an മൈനസ് 1 വരുമ്പോൾ എന്താവും, ഇവിടെ n മൈനസ് 1 വരും. ദാറ്റ് ഈസ് 3 ഇൻറ്റു b 7 റേസ് ടു n മൈനസ് 1 ഇൻറ്റു 5, അതായത് ഈ ഇത് എടുത്ത് എഴുതി. ഇനി നമുക്ക് ഇന്നലെ കണ്ടല്ലോ, നമ്മൾ ഇത് കോമൺ ആയിട്ട് വെളിയിൽ എടുക്കും. അത് കഴിഞ്ഞിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ b 7 റേസ് ടു n മൈനസ് 1 ആണ് നമുക്ക് ഇതിൽ കോമൺ ആയിട്ട്, ഈ ഒരു ഇക്വേഷനിൽ കോമൺ ആയിട്ട് വെളിയിൽ എടുക്കാൻ പറ്റുന്നത്. അത് വെളിയിലെടുത്തു. എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ b ഈക്വൽ ടു 35/4 എന്ന് കിട്ടി. അതായത് നമുക്ക് ബിയുടെ വാല്യൂ കിട്ടി. നമുക്ക് ഒരു സൊല്യൂഷൻ എഴുതുമ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് വെച്ച് എഴുതാൻ പാടില്ല. ഇവിടെ എയും ബിയും ആയിരിക്കും ഈ സൊല്യൂഷനിൽ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇത് വെച്ച് എഴുതാൻ പറ്റൂല. അതുകൊണ്ടാണ് ബി സോൾവ് ചെയ്തെടുക്കുന്നത്. അതുപോലെ എയും സോൾവ് ചെയ്യണം. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ എ എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്നൊക്കെ കണ്ടായിരുന്നു. ഇനി എ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിക്കണം. ദാറ്റ് ഈസ് നമുക്ക് തന്നിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻ എന്തായിരുന്നു, എ നോട്ട് ഈക്വൽ ടു 2 ആണ് ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ നമ്മൾ ഇന്നലെ, അതായത് ഒരു ഇങ്ങനെയുള്ള നോൺ ഹോമോജീനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യണത് ഇന്നലെ നമ്മൾ കണ്ട ഹോമോജീനിയസ് ഇക്വേഷൻ അതേപടി ആ ഒരു ഫോർമാറ്റ് തന്നെ ചെയ്യും. ഇപ്പുറത്തത് പുതിയൊരു ഫോർമാറ്റ് നമ്മളിപ്പോ കണ്ടു. അതായത് ഒരു ഡി ഈക്വൽ ടു ആർ ആണെങ്കിൽ എന്ത് വരും, ഡി നോട്ട് ഈക്വൽ ടു ആർ ആണെങ്കിൽ എന്ത് വരും എന്നുള്ളത് നമ്മൾ കണ്ടു. അത് വെച്ചിട്ട് നമുക്ക് അതും സോൾവ് ചെയ്യാം, ആ പാർട്ടും സോൾവ് ചെയ്യാം. നമ്മൾ ഇവിടെ എടുത്ത് എഴുതി an ഈക്വൽ ടു an റേസ് ടു h പ്ലസ് an റേസ് ടു p ആണ്. an റേസ് ടു h എന്താണ് നമുക്ക് കിട്ടിയത്, a 3 റേസ് ടു n. an റേസ് ടു p എന്താണ് കിട്ടിയത്, 35/4 ഇൻറ്റു 7 റേസ് ടു n. ബിയുടെ വാല്യൂ നമുക്ക് 35/4 എന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ആ ഇക്വേഷൻ കണ്ടു. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കയ്യിലുള്ള ഒരു ബൗണ്ടറി കണ്ടീഷൻ ഉണ്ട്. എന്താണ്, a നോട്ട് ഈക്വൽ ടു 2 എന്നുള്ളത്. ഈ a നോട്ട് ഈക്വൽ ടു 2 ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് പറ്റും, ഇവിടെ n ഈക്വൽ ടു 0 കൊടുക്കാം. n ഈക്വൽ ടു 0 ഈക്വൽ ടു a
3 പ്ലസ് 35/4 7 എന്ന് വരും. a നോട്ട് ഈക്വൽ ടു 2 ആണ്. അപ്പൊ ഇവിടെ 2 ഇട്ട് കൊടുത്തു. അപ്പൊ 3 ആണ്. അതുപോലെ 7 1 ആവും. സോ 2 ഈക്വൽ ടു a പ്ലസ് 35. നമ്മൾ യൂഷ്വൽ സോൾവ് ചെയ്യുമ്പോൾ a ഈക്വൽ ടു -27/4 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇത് കിട്ടി, നമുക്ക് എയുടെ വാല്യൂ കിട്ടി, ബി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, നമുക്ക് ഇവിടെ ഒരു ടോട്ടൽ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫോമിൽ എഴുതുന്നതിനെ, അതായത് ഇത് നമ്മൾ ജനറൽ സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനെ ടോട്ടൽ സൊല്യൂഷൻ എന്നും പറയാറുണ്ട്. ഇത് ഹോമോജീനിയസ് പാർട്ടിൽ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ, ഇത് ആ നോൺ ഹോമോജീനിയസ് പാർട്ടും കൂടെ ഇതിലൂടെ ചേർത്തപ്പോൾ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ. ഇതിലേക്ക് നമുക്ക് എയും ബിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എ എൻ, അതായത് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എ എൻ ഈക്വൽ ടു -27/4 3n പ്ലസ് 35/4 7n എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ഒരു എക്സാമ്പിൾ, അതായത് നമുക്ക് ഒരു മെത്തേഡിൽ ചെയ്യണത്. ഇനി അടുത്തത്, അതായത് നമ്മൾ നേരത്തെ കണ്ട മെത്തേഡില് ആർ നോട്ട് ഈക്വൽ ടു ഡി വന്ന കേസായിരുന്നു. ഇനി അടുത്ത കാണാൻ വേണം ആർ ഈക്വൽ ടു ഡി, അതായത് ആർ നോട്ട് ഈക്വൽ ടു ഡി ആണെങ്കിൽ ബി ആർ റേസ് ടു എൻ എന്നായിരിക്കും അതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ കണ്ടു. ഇതിനെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ബി എൻ ആർ എന്നായിരിക്കും സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് എന്തുവരും നമുക്ക് നോക്കാം. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് an മൈനസ് 3 an മൈനസ് 1 ഈക്വൽ ടു 5 × 3n ആണ് നമുക്ക് തന്നിരിക്കുന്ന റെക്കറൻസ് സൊല്യൂഷൻ, റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത്. നേരത്തെ പോലെ തന്നെ നമുക്ക് ജനറൽ സൊല്യൂഷന്റെ ഫോർമാറ്റ് എന്താണ്? an ഈക്വൽ ടു an⁻h പ്ലസ് an⁻p ആണ്. ഇതെന്താണ് നമ്മളുടെ ഹോമോജീനിയസ് പാർട്ടിന്റെ സൊല്യൂഷൻ, ഇതെന്ന് പറയുന്നത് പർട്ടിക്കുലർ സൊല്യൂഷൻ. സോ ഇനി ഫസ്റ്റ് നമ്മൾ ഹോമോജീനിയസ് പാർട്ട് കണ്ടുപിടിക്കും. അതായത് നമ്മൾ നേരത്തെ, അതായത് ഇന്നലെ നമ്മൾ കണ്ട മെത്തേഡ് വെച്ചിട്ട് ഡി നമുക്ക് 3 ആണെന്ന് അറിയാം. ഇവിടെ 3 ആണ്, ഡി ഈക്വൽ ടു 3 ആണെന്ന് അറിയാം. സോ ഈ ഒരു ഹോമോജീനിയസ് പാർട്ടിന്റെ ഇക്വേഷന്റെ ഫോർമാറ്റ് എന്തായിരിക്കും? അതായത് അതിന്റെ സൊല്യൂഷന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് an⁻h ഈക്വൽ ടു a d⁻n. ഡിയുടെ സ്ഥാനത്ത് 3 ആണെന്ന് നമുക്കറിയാം. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഇസ് an⁻h ഈക്വൽ ടു a × 3n എന്ന് കിട്ടും. ഇനി അടുത്തത് ഇതിന്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ, ദാറ്റ് ഇസ് ടു ഫൈൻഡ് an⁻p. നമുക്ക് തന്നിരിക്കുന്ന പെർട്ടിക്കുലർ സൊല്യൂഷന്റെ പാർട്ട് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് 5 3n ആണ്. സിൻസ് 3n is a part of the homogeneous solution, അതായത് നമുക്ക് r ഈക്വൽ ടു d എന്നുള്ള കണ്ടീഷനിലാണ് ഇവിടെ നിൽക്കുന്നത്. d നമുക്ക് 3 ആണെന്ന് അറിയാമല്ലോ, അതായത് ആ ഇക്വേഷൻ കിട്ടി, നമുക്ക് 3 ആണ് d. ഇവിടെ 5 3n ആണ്, ഇതായിരിക്കും r എന്ന് പറയുന്നത് അല്ലെ. r ഈക്വൽ ടു 3 ആണ്, d ഈക്വൽ ടു 3 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഏതായിരിക്കും ഫോർമാറ്റ്? bn(r⁻n). ഇതായിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. സെക്കൻഡ് കേസ്. ഫസ്റ്റ് കേസ് ആണ് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിലെ ആൻസർ. ഇതിപ്പോ സെക്കൻഡ് കേസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് an⁻p ഈക്വൽ ടു bn(r⁻n) which is equal to r എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ, നേരത്തെ എന്താണ് ചെയ്തത്? ഈ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് സോൾവ് ചെയ്യുമ്പോൾ ബി കിട്ടി. അത് തന്നെ ചെയ്യാൻ ഇവിടെ an എന്ന് പറയുന്നത് എന്താണ്? bn 3n, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. an-1 എന്ന് പറയുന്നത് 3 × n-1, അതായത് n-ന്റെ സ്ഥാനത്ത് ഇവിടെ ബിയും കൂടെ ഉണ്ട്. n-ന്റെ സ്ഥാനത്ത് n-1 വന്നു, അത്രയുള്ള വ്യത്യാസം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈക്വൽ ടു 5 3n ആണ്. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യണം. ആസ് യൂഷ്വൽ നമ്മൾ നോർമൽ ആയിട്ട് ഇത് 3n-1 കോമൺ ആയിട്ട് പുറത്തെടുത്തു. എന്നിട്ട് അതിനെ സോൾവ് ചെയ്തു. b ഈക്വൽ ടു 15 നമുക്ക് കിട്ടി. 3b ഈക്വൽ ടു 15 കിട്ടി. അതായത് നമുക്ക് ഇവിടെ എല്ലാം ക്യാൻസൽ ആവും, ഈ ടേംസ് എല്ലാം ക്യാൻസൽ ആയി. b ഈക്വൽ ടു 5 എന്ന് കിട്ടി. സോ an⁻p ഈക്വൽ ടു 5n 3n എന്ന് കിട്ടി. അതായത് ബിയുടെ വാല്യൂ 5 എന്ന് കിട്ടി. നമുക്ക് ബി ഒരു പാർട്ട് കിട്ടി, അതായത് an⁻p ഉള്ള പാർട്ട് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി an⁻h എന്നുള്ള പാർട്ട് കിട്ടി. അതിൽ എയുടെ വാല്യൂ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനിയിപ്പോ അതാണ് ചെയ്യാൻ പോണത്. സോ നമ്മളിവിടെ കംപ്ലീറ്റ് സൊല്യൂഷൻ എടുത്ത് എഴുതി. അതായത് ഇനി ഈ എ എന്താണെന്ന് കണ്ടുപിടിക്കാം. എ കണ്ടുപിടിക്കണം, ഈ എന്ത് ചെയ്യണം? നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു, അതായത് ബൗണ്ടറി വാല്യൂ കൊടുക്കണം.
നമുക്ക് ഓൾറെഡി ഇവിടെ ബൗണ്ടറി വാല്യൂ തന്നിട്ടുണ്ട് എ നോട്ട് ഈക്വൽ ടു 2 എന്നുള്ളത്. അപ്പൊ എന്താണ് എ നോട്ട് ഈക്വൽ ടു 2 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ 0 n ഈക്വൽ ടു 0 എന്നുള്ളത് അറ്റ് n ഈക്വൽ ടു 0 എന്ത് കിട്ടും എന്നുള്ളത് നമ്മൾ 0 ഈക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇത് n ഈക്വൽ ടു 0 കൊടുത്തു. അങ്ങനെ നമുക്ക് എ ഈക്വൽ ടു 2 എന്ന് കിട്ടി. സോ നമുക്ക് കിട്ടിയ രണ്ട് സൊല്യൂഷൻ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റിക്കറൻസ് റിലേഷന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടി. അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിന്റെ ഫോർമുല അറിയാമെങ്കിൽ, അതായത് ബാക്കി മെത്തേഡിന്റെ ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ വേറെ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂസിങ് ആയിട്ടോ അങ്ങനെയൊന്നുമില്ല. നോർമൽ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തത് പിന്നെ നമ്മള് നേരം എന്തെങ്കിലും ഒരു പവർ ആയിട്ടുള്ള സാധനം കണ്ടായിരുന്നു അല്ലെ? അതായത് ഇങ്ങനെ ഒരു സാധനത്തിന്റെ കൂടെ ഇവിടെ ഒരു പവർ, ഇവിടെ നേരത്തെ 3n കണ്ട് അത് എന്തെങ്കിലും പവർ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പവർ ഇല്ല. ഈ പവർ ആയിട്ടൊരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് എന്തായിട്ട് അസ്യൂം ചെയ്യാം? അവിടെ 1n എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. 1n എന്ന് നമുക്ക് അസ്യൂം ചെയ്താൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നമ്മൾ നേരത്തെ അതായത് ഫസ്റ്റ് കണ്ട ക്വസ്റ്റ്യൻ ഇല്ലേ, അതേ മെത്തേഡ് അതേ കാര്യം തന്നെയാണ്. ആകെ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ an+1 - 2an = 5 എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഇത്ര നേരം കണ്ട ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? സംതിങ് ഒരു സം വാല്യൂ x⁻n എന്നായിരുന്നു. ഇവിടെ r⁻n ആയിട്ട് നമുക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ വരുമ്പോ എന്താണ് 1n എന്നുള്ള മീനിങ് ആണ്. 1n എന്ന് പറഞ്ഞാൽ 1 അല്ലേ? സംതിങ് ഇൻറ്റു 1 എന്ന് പറയുന്നത് ആ വാല്യൂ തന്നെ കിട്ടും. അത് ഓർത്ത് വയ്ക്കണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഓർക്കണം അവിടെ 1n എന്നുണ്ട്. ഇങ്ങനെ ഒരു ഒറ്റ സംഖ്യയായിട്ട് മാത്രമുള്ള വാല്യൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവിടെ 5 അല്ലെങ്കിൽ ഇവിടെ ഒരു 6 അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു 1n ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. അത്രയേ ഉള്ളൂ. വേറെ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അതേ മെത്തേഡിൽ തന്നെ വേറെ ഒരു ഡിഫറൻസും ഇല്ല. ഇവിടെ ഒരു 1n ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ സെയിം മെത്തേഡ് തന്നെ, നമ്മളെ വാല്യൂസ് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൽ നേരത്തെ പോലെ തന്നെ ആദ്യം an⁻h കണ്ടുപിടിച്ചു. ad⁻n, ഡിയുടെ വാല്യൂ 2 ആണ് ഈ ക്വസ്റ്റ്യനില്. നമുക്ക് a × 2n എന്ന് കിട്ടി. ഇവിടെ r⁻n എന്താണ്? 1n ആണ്. അത് r⁻ d ആണ്. അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? br⁻n ആയിരിക്കും അതിന്റെ പെർട്ടിക്കുലർ സൊല്യൂഷന്റെ പാർട്ടിൽ യൂസ് ചെയ്യണത് അല്ലെ? അതിട്ട് an⁻p എന്ന് പറയുന്നത് br⁻n ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു b × 1n എന്ന് കിട്ടി. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നേരത്തെ പോലെ തന്നെ അതിനെ ആ ഇക്വേഷനിലേക്ക് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബിയുടെ വാല്യൂ സോൾവ് ചെയ്ത് നമുക്ക് ബിയുടെ വാല്യൂ ഈക്വൽ ടു -5 എന്ന് കിട്ടി. ഈ കിട്ടിയതെല്ലാം കൂടെ നമ്മൾ എടുത്ത് ഈ ഒരു കംപ്ലീറ്റ് സൊല്യൂഷന്റെ ഫോമിലേക്ക് മാറ്റി. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ബൗണ്ടറി വാല്യൂ, ഇതിനെ നമ്മൾ എപ്പോഴും ബൗണ്ടറി വാല്യൂ എന്നായിരിക്കും പറയുന്നത്. ഈ ബൗണ്ടറി വാല്യൂ നമുക്ക് a⁻ = 1 n > or = 0 എന്നാണ് നമ്മളെ ബൗണ്ടറി വാല്യൂ. ആ ബൗണ്ടറി വാല്യൂ എടുത്തതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് a = 6 എന്ന് കിട്ടി. നമുക്ക് കിട്ടിയ എല്ലാ വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൊല്യൂഷൻ an = 6 2n - 5. ഇതും അടുത്ത ക്വസ്റ്റ്യനും അതേ മെത്തേഡ് തന്നെയാണ്. ആകെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് an+1 - 3an = 3n എന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തു. അത്രയേ ഉള്ളൂ. സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ. ഇനി അടുത്ത് ഇത്രയും നേരം നമ്മൾ എങ്ങനെ കണ്ടത്? ഫസ്റ്റ് ഓർഡർ ആയിരുന്നു. ഫസ്റ്റ് ഓർഡർ ലീനിയർ നോൺ ഹോമോജീനിയസ് റിക്കറൻസ് റിലേഷൻ ആണ് കണ്ടത്. ഇനി കാണാൻ പോകുന്നത് സെക്കൻഡ് ഓർഡർ ലീനിയർ നോൺ ഹോമോജീനിയസ് റിക്കറൻസ് റിലേഷൻ ആണ്. ഓക്കെ, അപ്പം സെക്കൻഡ് ഓർഡർ എന്ന് പറയും ജനറൽ ഫോം എന്ന് പറയുന്നത് ഇതായിരിക്കും. നമ്മൾ ഇന്നലെ കണ്ടായിരുന്നല്ലോ, സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് കണ്ടു. അതിന്റെ കൂടെ ഒരു f(n) എന്നുള്ള ഒരു പാർട്ടും കൂടെ വന്നു. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ആ f(n) പാർട്ടും കൂടെ വരുമ്പോൾ ഉള്ള സൊല്യൂഷനിലെ ചേഞ്ച്, ആ f(n) എന്നുള്ള പാർട്ടും കൂടെ വന്നപ്പോൾ സൊല്യൂഷനിലെ ചേഞ്ച്, അത്രേ ഉള്ളൂ നമുക്ക് വ്യത്യാസം. നേരത്തെ കണ്ടത് തന്നെ. അതായത് ഫസ്റ്റ് ഓർഡർ നോൺ ഹോമോജീനിയസ് റിലേഷൻ എന്തായിരുന്നു? an = an⁻h + an⁻p. ഈ an⁻h ഇന്നലെ നമ്മൾ സെക്കൻഡ് ഓർഡറിൽ സോൾവ് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. ദാറ്റ് ഇസ് അതിനെ നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്തിട്ട് നമുക്ക് 3 ടൈപ്പ്, അതായത് r1
ഈക്വൽ R1 നോട്ട് ഈക്വൽ ടു R2 എന്ന് കിട്ടുകയാണെങ്കിൽ റിയൽ ആൻഡ് ഡിസ്റ്റിങ് റൂട്ട്സ് ആണെങ്കിൽ C1 R1 റേസ് ടു n പ്ലസ് C2 R1 റേസ് ടു n എന്ന് കിട്ടും. R2 റേസ് ടു n നമ്മൾ ഇന്നലെ ഓൾറെഡി കണ്ടതാണ്. ഈക്വൽ ആണെങ്കിൽ അതായത് R1 ഈക്വൽ ടു R2 ആണ് റൂട്ട്സിന്റെ ഫോം എങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും ഇതിന്റെ a എന്നുള്ള സൊല്യൂഷൻ വരണത്. നമ്മൾ ഇന്നലെ ഓൾറെഡി കണ്ടതാണ് ഇതെല്ലാം. കോംപ്ലക്സ് ആണെങ്കിൽ ദാറ്റ് ഇസ് R1 ഈക്വൽ ടു a പ്ലസ് IB, R2 ഈക്വൽ ടു a മൈനസ് IB. ഈ ഒരു ഫോമിലാണെങ്കിൽ എന്റെ ഇതെന്ന് പറയുന്നത് ഈ ഒരു ഇതിലായിരിക്കും. നമ്മൾ ഇന്നലെ അതായത് ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് റെക്കൺസിലേഷൻ സോൾവ് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു. അത് ലാസ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയ ടോപ്പിക് ആയിരുന്നു അത് കണ്ടു. ഇനി ഈ പാർട്ടിന്റെ കൂടെ അതെന്ന് പറയുന്നത് an⁻h ആയിരിക്കും. ഈ പാർട്ടിന്റെ കൂടെ ഈ an⁻p എന്നുള്ള പാർട്ടും കൂടെ ആഡ് ആണ്. അതേ ഉള്ളൂ ചേഞ്ച് വരുന്നത്. നേരത്തെ കണ്ട അതേപോലെ തന്നെയാണ്. സോ an⁻p is a particular solution is given by അത് കേസ് 1, കേസ് 2, കേസ് 3 ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് an⁻p ഈക്വൽ ടു br⁻n if r⁻n is not part of the homogeneous solution. അത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതായത് ആ കിട്ടുന്ന ഹോമോജീനിയസ് റൂട്ട്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ കിട്ടുന്ന ഈ ആറും ഈ r⁻n നമ്മൾ തമ്മിൽ റിലേഷൻ ഇല്ലെങ്കിൽ, ഈ ആറും ഈ ഫംഗ്ഷനിലുള്ള ഈ ഇതും തമ്മിൽ പ്രത്യേകിച്ച് റിലേഷൻ ഒന്നും ഇല്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സൊല്യൂഷനിൽ ഇത് ഈ ഫോം ഉപയോഗിക്കും. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് r⁻n is the solution of any one of the f of n. അതായത് നമ്മൾ ഈ r⁻n കിട്ടണം, നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ആറുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും. അതായത് കിട്ടിയ നമുക്ക് ആ r⁻n ഇതില് രണ്ട്, അതായത് നമുക്ക് റിയൽ ആയിട്ടുള്ള ഈക്വൽ റൂട്ട്സ് ഉണ്ടല്ലോ, അതായത് ഈ കേസ് R1 ഈക്വൽ ടു R2, ഈ ഒരു കേസ് ഈ ഒരു തന്നിക്കുന്ന ഈ പാർട്ടില്, അതായത് ഈ നമ്മളെ ഈ റെക്കൺസിലേഷനിലെ ആ ഹോമോജീനിയസ് പാർട്ട് ഉണ്ടല്ലോ, അതായത് kr⁻n എന്ന് വരുന്ന ആ പാർട്ട്, ആ ആറും നമുക്ക് ഇവിടെ സോൾവ് ചെയ്ത് കിട്ടുന്ന റൂട്ട്സ് ഉണ്ടല്ലോ R1 R2, അതും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾക്ക് തന്നിക്കുന്ന ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്ത് കിട്ടുന്ന റൂട്ട്സിനെയും ഈ ഇവിടെ തന്നിക്കുന്ന ആ റിക്കറൻസ് റിലേഷനിലെ kr⁻n ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് നോൺ ഹോമോജീനിയസിലെ ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറിലും ഉള്ള കേസിൽ ആ നോൺ ഹോമോജീനിയസ് പാർട്ട് ഉണ്ടല്ലോ, അതായത് f of n എന്ന് പറയുന്നത്, ആ f of n ഒരു പെർട്ടിക്കുലർ kr⁻n എന്ന് വരുന്ന ഫോമുകളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് ഇവിടെ പെർട്ടിക്കുലർ ആയിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ജനറൽ ഫോം ഇതാണ്. അതിൽ f of n ഈക്വൽ ടു kr⁻n എന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും kr⁻n എന്നുള്ള ഫോമിൽ തന്നെ വരണം എന്നില്ല. അതൊരു ചേഞ്ച് ആയിട്ട് വരികയാണെങ്കിൽ എന്ത് വരും എന്നുള്ളതാണ് നമുക്കിനി നോക്കാം. ഓക്കെ, അപ്പൊ that is consider a non-homogeneous recurrence relation with coefficients of the form cn an plus cn minus 1 an minus 1 up to etc cn minus k an minus k equal to f of n. ഇതാണ് നമ്മളുടെ നോൺ ഹോമോജീനിയസ് റെക്കൺസിലേഷൻ നമുക്ക് തന്നിരിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ കണ്ട ഫോം എന്തായിരുന്നു? f of n ഈക്വൽ ടു kr⁻n എന്ന് വരുന്ന, അതായത് ഈ പാർട്ട് ഈ ഒരു ഫോമിൽ വരണം. ഇനി ഈ പാർട്ട് ഈ ഫോമിൽ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് നോക്കാം. So for finding the particular solution of some function f of n, the following table can be used. അതായത് ഈ ടേബിൾ നമ്മൾ പഠിച്ചു വയ്ക്കണം, എന്നാലേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. kr⁻n എന്നുള്ള ഫോർമാറ്റിൽ അല്ല f of n വരുന്നതെങ്കിൽ നമുക്ക് an⁻p എങ്ങനെ എഴുതാം എന്നാണ് നോക്കുന്നത്. ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെയും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് f of n ഈക്വൽ ടു സം കോൺസ്റ്റന്റ് c 1 2 അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ എഴുതാം. n ആണെങ്കിൽ ഈ ഒരു ഫോമിലായിരിക്കും, ദാറ്റ് ഈസ് f of n ഈക്വൽ ടു n എന്ന് വരെയാണ്. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ an⁻p എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിൽ എടുക്കും. n² ആണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ, n⁻t ആണെങ്കിൽ ഈ ഒരു എണ്ണം വരും, r⁻n t⁻n ആണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ വരും,
സൈൻ എൻ തീറ്റ കോസ് എൻ തീറ്റ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ എ സൈൻ എൻ തീറ്റ പ്ലസ് ബി സൈൻ എൻ തീറ്റ, അതായത് എ എൻ റേസ് ടു പി കണ്ടുപിടിക്കാനുള്ള, നമ്മൾ നേരത്തെ കെ ആർ റേസ് ടു എൻ ആണെങ്കിൽ നമ്മൾ കണ്ടല്ലോ ഇതായിരിക്കും ഇതിന്റെ എ എൻ റേസ് ടു പി എന്ന് വരുന്ന ഫോം, കെ ആർ റേസ് ടു എൻ ആണെങ്കിൽ. ഇനി അതല്ല എങ്കിൽ വരുന്ന ഫോമുകൾ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഇസ് എഫ് ഓഫ് എൻ എന്ന് പറയുന്നത്. എഫ് ഓഫ് എൻ എന്ത് ആയിരിക്കും അതിനനുസരിച്ചായിരിക്കും ഇതിൽ ഈ എ എൻ റേസ് ടു പി, അതായത് നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷന്റെ പാർട്ട് തീരുമാനിക്കുന്നത്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം, അപ്പൊ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. സോ സോൾവ് ദ റെക്കറൻസ് റിലേഷൻ എ n plus 2 minus 4an plus 1 plus 3an equal to minus 200. ഇവിടെ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു റെക്കറൻസിലേഷന്റെ സൊല്യൂഷൻ എന്ത് ഫോർമാറ്റിലായിരിക്കും നമ്മൾ ഇത്രയും നേരം കണ്ടു, ദാറ്റ് ഇസ് an equal to an raised to h plus an raised to p എന്നുള്ള ഫോർമാറ്റിലായിരിക്കും. ഓക്കെ, ഇനി ഇതൊരു സെക്കൻഡ് ഓർഡർ ആണ്. ഇത് നമുക്ക് നേരത്തെ നമ്മൾ കണ്ട അങ്ങനെയായിരുന്നു, ഫസ്റ്റ് ഓർഡർ ആയിരുന്നു. ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഓർഡർ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതൊരു സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഓർഡർ എങ്ങനെയാ സോൾവ് ചെയ്യുക, നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. അതായത് എ എൻ ഈക്വൽ ടു സി ആർ റേസ് ടു എൻ നമ്മളൊരു കൺസിഡർ ചെയ്യും. അതായത് അതിന്റെ സൊല്യൂഷൻ ഇങ്ങനെയാണെന്ന് കൺസിഡർ ചെയ്ത് എ എൻ മൈനസ് 1 ആണെങ്കിൽ ഈക്വൽ ടു സി ആർ റേസ് ടു എൻ മൈനസ് 1, അല്ലെങ്കിൽ എ എൻ പ്ലസ് 1 ആണെങ്കിൽ സി ആർ റേസ് ടു എൻ പ്ലസ് 1. ഇതിനെ നമ്മൾ ആ ഒരു ഇക്വേഷനിലേക്ക്, ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ എന്നിട്ട് സോൾവ് ചെയ്ത്, അങ്ങനെയാണ് നമ്മൾ കണ്ടു, ഇന്നലെ കണ്ടായിരുന്നു. ഹോമോജീനിയസ് പാർട്ട് സോൾവ് ചെയ്യണം നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. അതിൽ ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. സോ അപ്പൊ ഇവിടെ എ എൻ പ്ലസ് 2 മൈനസ് 4an പ്ലസ് 1 പ്ലസ് 3an ഈക്വൽ ടു 0 ആണ് നമ്മളുടെ ഇക്വേഷൻ. അതിലേക്ക് ഞാനിപ്പോ പറഞ്ഞു എ എൻ ഈക്വൽ ടു സി ആർ റേസ് ടു എൻ എന്ന് നമുക്ക് എടുക്കാം അല്ലേ. അപ്പം എ എൻ പ്ലസ് 2 ആകുമ്പോൾ എന്താ വരും, സി ആർ റേസ് ടു എൻ എൻ പ്ലസ് 2 വരും. എ എൻ പ്ലസ് 1 വരുമ്പോൾ എന്താവും, ഇവിടെ 4 ഉണ്ട്, മൈനസ് 4 ഇൻറ്റു സി ആർ റേസ് ടു എൻ പ്ലസ് 1 വരും. എ എൻ ആണ്, അപ്പൊ 3 സി ആർ റേസ് ടു എൻ ഈക്വൽ ടു 0. അതായത് നമ്മളൊരു കോമൺ ആയിട്ടുള്ള ഒരു ടേം പുറത്തെടുത്തു, ദാറ്റ് സി ആർ റേസ് ടു എന്നിനെ നമ്മൾ പുറത്തെടുത്തു, ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് 4r പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. ഇതിനെ നമ്മൾ നോർമലായിട്ട് സോൾവ് ചെയ്യും. നമ്മളത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് r ഈക്വൽ ടു 1,3 എന്ന് നമുക്ക് കിട്ടി. അതായത് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ട്സ് ആണെന്ന് കിട്ടി. ഇപ്പൊ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണെങ്കിൽ ആ സൊല്യൂഷൻ എന്തായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്, an will be equal to c1 r1 raised to n plus c2 r2 raised to n. ഇതെല്ലാം നമ്മൾ ഇന്നലെ കണ്ടു, ഇതെല്ലാം നമ്മൾ കണ്ടതാണേ ഇതെല്ലാം. ഇപ്പൊ r1 എന്താണ് ഇവിടെ കിട്ടിയത് 1, r2 എന്താണ് 3, അല്ലെങ്കിൽ നേരെ തിരിച്ച് r1 3 എന്നും r2 1 എന്നും എടുക്കാം. അതെങ്ങനെയാണോ നമ്മൾ ഡിപ്പെൻസ്. ഇപ്പൊ an raised to h എന്ന് പറയുന്നത് c1 3 raised to n plus c2 1 raised to n എന്ന് കിട്ടി. നമ്മൾ ഇന്നലെ കണ്ട കാര്യങ്ങൾ. ഇനി എന്താണ്, ഇതിപ്പോ നമ്മൾ ഹോമോജീനിയസ് പാർട്ടിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് പെർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പം 1 3 ആണ്. ഇവിടെ മൈനസ് 200 ആണ് നമ്മളുടെ ഹോമോജീനിയസ് പാർട്ടി കിടക്കുന്നത്. അപ്പൊ മൈനസ് 200 എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ 1/r കൂടെ വരൂലേ. ഞാൻ നേരത്തെ പറഞ്ഞു 1/n എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു നമ്പർ ഇൻറ്റു 1/n എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാമെന്ന് ഇന്നലെ പറഞ്ഞു. നമ്മൾ ഇപ്പൊ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു ഒറ്റ നമ്പർ ആയിട്ടാണുള്ളെങ്കിൽ അതിന്റെ കൂടെ 1/n ഉണ്ട് എന്നുള്ള കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ എന്താ പറ്റി, ഇവിടെ 6 കിട്ടിയിരിക്കുന്നതിൽ 1 ഉണ്ട്. ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്ന റെക്കറൻസിലേഷനിൽ r ഈ പാർട്ടിലും 1 വരുന്നുണ്ട് ഇല്ലേ. ഇപ്പൊ എന്ത് പറ്റും, നമുക്ക് ഏത് കേസ് യൂസ് ചെയ്യും, നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. ഏതെങ്കിലും ഒരെണ്ണം ഈക്വൽ ആണെങ്കിൽ ഈ ഫോം ഉപയോഗിക്കും, bn r/n. ഇത് നമുക്കിവിടെ r1 ഈക്വൽ ടു 1 എന്നും r2 ഈക്വൽ ടു 3 എന്നും നമുക്ക് കിട്ടി. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ -200 റിക്കൺസിലേഷനിൽ -200 1/r ആണ്. ഇവിടത്തെ 1/n ആണ്. ഇവിടത്തെ 1ഉം ഇവിടത്തെ 1ഉം ഇവിടെ കോൺസൈഡ് ചെയ്യുന്നുണ്ട്, അതായത് ഈക്വൽ ആണ്. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു റൂട്ടും ഈ ആറും ഈക്വൽ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്ട് bn r/n ആയിരിക്കും. സൊല്യൂഷൻ യൂസ് ചെയ്യാൻ പോകുന്നത് പെർട്ടിക്കുലർ സൊല്യൂഷൻ.
അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ എ എൻ റേസ് ടു പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബി എൻ ആർ റേസ് ടു എൻ. ആറിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. സോ ബി എൻ 1 റേസ് ടു എൻ. ഇനി നമ്മൾ നേരത്തെ ചെയ്തത് അതേ മെത്തേഡ് തന്നെയാണ്. ഇതിന് നമ്മൾ ഈ ഒരു റിക്കറൻസ്, നമ്മൾ റിക്കറൻസ് റിലേഷൻ ഇതാണല്ലോ, എ എൻ പ്ലസ് 2 മൈനസ് 4 an പ്ലസ് 1 പ്ലസ് 3an ഈക്വൽ ടു മൈനസ് 200. അതിലേക്ക് നമുക്ക് കിട്ടിയതിനെ അടുത്തങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായത് നമുക്കിപ്പോ എന്താണ് കിട്ടിയത്? എൻ റേസ് ടു പി ഈക്വൽ ടു ബി എൻ 1 റേസ് ടു എൻ. ഇതെല്ലാം നമുക്ക് കിട്ടിയ റെഫറൻസ് നമുക്കിപ്പോ സോൾവ് ചെയ്തപ്പോ കിട്ടി. ഈ ബി എൻ റേസ് ടു 1 റേസ് ടു എൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ദാറ്റ് ഇസ് ബി എൻ ഇൻറ്റു എൻ പ്ലസ് 2 ആണ്, എ എൻ പ്ലസ് 2 ആണ്. സോ ബി ഇൻറ്റു എൻ പ്ലസ് 2 1 റേസ് ടു എൻ പ്ലസ് 2. ഇവിടെ എൻ പ്ലസ് 1 ആണ്. 4b ഇൻറ്റു എൻ പ്ലസ് 1 1 റേസ് ടു എൻ പ്ലസ് 1 3n ഇൻറ്റു 1 റേസ് ടു എൻ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 200. നമുക്ക് ഇതിങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ നോർമൽ ആയിട്ട്, അപ്പൊ ഇത് എന്താണ് 3 ഇൻറ്റു ബി, അങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാ ടേംസും ക്യാൻസൽ ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ മൈനസ് 2b ഈക്വൽ ടു മൈനസ് 200 എന്ന് കിട്ടും. അതിൽ ബി ഈക്വൽ ടു 100 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇതിന്റെ, അതായത് റെക്കൺസിലേഷന്റെ പെർട്ടിക്കുലർ സൊല്യൂഷന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, അതെടുത്ത് ഇവിടെ എഴുതി. അതുപോലെ നമുക്ക് കിട്ടിയ എന്താണ് ഹോമോജീനിയസ് പാർട്ടിന്റെ സൊല്യൂഷൻ ഇതായിരുന്നു. ഓക്കെ, അതും എടുത്ത് എഴുതി. ഇനിയിപ്പോ എന്താണ് ചെയ്യേണ്ടത്? C1 C2 കോൺസ്റ്റൻസ് ആണ്, അതിനെ നമുക്ക് മാറ്റണം. അതിനെന്താണ് നമ്മൾ യൂസ് ചെയ്യുക? നമ്മളുടെ കയ്യിലുള്ള ബൗണ്ടറി കണ്ടീഷൻ എടുത്ത് ഇതിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ ജനറൽ സൊല്യൂഷൻ അല്ലെ. ഇനി അടുത്ത് ഇതില് ആ C1 C2 കൂടെ മാറ്റിയാലേ അതൊരു സൊല്യൂഷൻ ആവുള്ളൂ. ഓക്കെ, അതിനായിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ A0 A1 അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഈ C1 C2 എന്നുള്ള ഫോമിലുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് മാറി അല്ലേ. അപ്പൊ ഇവിടെ അതായത് A0 എന്ന് പറയുന്നത് 3000 ആണ്. n ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ C1 പ്ലസ് C2 എന്നാവും. ദാറ്റ് ഇസ് 3000 ഈക്വൽ ടു C1 പ്ലസ് C2. A1 എന്ന് പറയുന്നത് 3300 ആണ്. അതുപോലെ നേരത്തെ ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. C1 ആൻഡ് C2 ഈക്വൽ ടു നമുക്ക് വാല്യൂസ് കിട്ടി. ഓക്കെ, ഈ C1 C2 ഈ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതാണ് ഈ ഒരു നമ്മളിപ്പോ കണ്ട റെക്കറൻസ് റിലേഷന്റെ, അതായത് ഈ ഒരു റെക്കറൻസ് റിലേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാം ഒരേ മെത്തേഡിൽ തന്നെയാണ്. ആകെ ഡിഫറൻസ് പറയുന്നത് അതിന്റെ ഈ ഒരു പാർട്ട് എന്താണെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഇനി അടുത്ത റെക്കൺസിലേഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മളെ ഫസ്റ്റ് നമ്മൾ എന്താണ് ഹോമോജീനിയസ് പാർട്ട്, ഇതാണ് നമ്മളെ റെക്കൺസിലേഷൻ തന്നിരിക്കുന്നത്. ഇത്രയും നേരം കണ്ട എന്താണ് അതേ മെത്തേഡ് തന്നെ. ഫസ്റ്റ് നമ്മൾ ഹോമോജീനിയസ് പാർട്ടിനെ നമ്മൾ നോക്കും. ഹോമോജീനിയസ് പാർട്ടിനെ സോൾവ് ചെയ്തെടുത്തു. ഓക്കെ, സോൾവ് ചെയ്യണത് നമ്മൾ നേരത്തെ കണ്ടു. an പ്ലസ് 2 6an പ്ലസ് 1 പ്ലസ് 9an ഈക്വൽ ടു 0 എന്ന് എടുത്തു. അതിലേക്ക് നമ്മൾ ഈ ഒരു സാധനം, അതായത് an ഈക്വൽ ടു CR റേസ് ടു n എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്തു. ഒരു വാല്യൂനെ നമ്മൾ കോമൺ ആയിട്ട് വെളിയിലെടുത്തു. സോൾവ് ചെയ്തപ്പോ കിട്ടിയത് r ഈക്വൽ ടു 3,3. അതെന്താണ്? ഈക്വൽ റൂട്ട്സ് ആണ്. ഓക്കെ, ഈക്വൽ റൂട്ട്സ് ആണ്. ഈ ഈക്വൽ റൂട്ട്സ് എന്താണ്? ഈ 3 ആയിട്ട് ഈക്വൽ ആണല്ലോ, അതായത് ഈ 6 ആയിട്ട് ഈക്വലും ആണ്. അപ്പൊ ഇനി എന്ത് വരും എന്നുള്ളത് നോക്കാം. സോ ഇതിന്റെ അതായത് നമ്മള് ഹോമോജീനിയസ് പാർട്ടിന്റെ സൊല്യൂഷൻ നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. നല്ലൊരു ഇതില്ല. അപ്പം നമുക്കിപ്പോ 6 2 ഈക്വൽ ആണ്. അതിന്റെ കൂടെ തന്നെ ഇതിൽ r/n ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഇതേ ഈ തേർഡ് കേസ് ആയിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് bn² r/2. അത് വെച്ചിട്ട് നമുക്ക് ഇനി അപ്പൊ എന്താണ് ഇതിന്റെ ഹോമോജീനിയസ് സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്ത് എന്താണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞു r ഈക്വൽ ടു 3 ആണ്. നമുക്ക് ഇവിടെ കിട്ടിയ r-ഉം 3 ആണ്, 2 r-ഉം 3 ആണ്. അപ്പൊ ഇതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പോണ ഫോം എന്തായിരുന്നു? bn² r/n ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ therefore an/p ഈക്വൽ ടു b ഇൻറ്റു n² 3/n. നേരത്തെ ചെയ്ത പോലെ ഇനി അടുത്ത വീണ്ടും an പ്ലസ് 2 വരുമ്പോ എന്തായിരിക്കും? n-ന്റെ സ്ഥാനത്ത് n പ്ലസ് 2 വരും. n പ്ലസ് 1 ആണെങ്കിലോ n-ന്റെ സ്ഥാനത്ത് n പ്ലസ് 1 ആയി. അത്രയേ ഉള്ളൂ. നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് നേരെ തിരിച്ച ആ ഹോമോജീനിയസ് ഇക്വേഷൻ, ആ നമുക്ക് കിട്ടിയ റെക്കറൻസ് റിലേഷൻ ഇല്ലേ, അതിലേക്ക് an പ്ലസ് 2ഉം an പ്ലസ് 1ഉം an-ന്റെ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു.
എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോ ഇതൊക്കെ നമ്മൾ നോർമൽ ആയിട്ട് ചെയ്യുന്ന നേരത്തെ കൊണ്ട് ഒരു വ്യത്യാസവും ഇല്ല. ആകെ ഒരു ചേഞ്ച് വരുന്നത് നമ്മളുടെ ആ നോൺ ഹോമോജീനിയസ് പാർട്ടിൽ എന്താണോ കിടക്കുന്നത് അതുപോലെ ഈ നമ്മളുടെ ഹോമോജീനിയസ് പാർട്ടിൽ സോൾവ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ എന്താണോ കിട്ടിയത്, റൂട്ട്സ് എന്താണോ, ആ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്താണോ കിട്ടിയത്, നമുക്ക് നോൺ ഹോമോജീനിയസ് പാർട്ടി കിടക്കുന്ന ആറിന്റെ വാല്യൂ എന്താണോ അത് രണ്ടും കൂടെ വെച്ചിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ ബിഗ് ഡിഫറൻസ് ആയിട്ടൊന്നും വരുന്നില്ല ഈ ക്വസ്റ്റ്യനിൽ. സോൾവ് ചെയ്ത് ബി ഈക്വൽ ടു 7/18 കിട്ടി. ഇത് നമുക്ക് നമ്മൾ ഇത് എന്തായിരുന്നു ഫോർമാറ്റ്, an⁻p ഈക്വൽ ടു ബി n സ്ക്വയർ. ആർ എന്തായിരുന്നു ഇവിടെ 3 ആണ്. 3n ആയിരുന്നു നമുക്ക് കിട്ടിയ പർട്ടിക്കുലർ സൊല്യൂഷൻ. ബിയുടെ വാല്യൂ 7/18 എന്ന് കിട്ടിയിട്ടുണ്ട്. ആ 7/18 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ an ഈക്വൽ ടു an⁻h പ്ലസ് an⁻p എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അതില് an⁻h എന്താണ്, ഹോമോജീനിയസ് പാർട്ട് ആണ്. ഇത് പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. ഹോമോജീനിയസ് പാർട്ടിന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടിയ എന്താണ്, ഇതായിരിക്കും. കാരണം ഈക്വൽ റൂട്ട്സ് ആണ്. അപ്പൊ എന്തായിരിക്കും ഫോം എന്ന് നമ്മൾ കണ്ടത്, C1 പ്ലസ് C2n r⁻n ആണ് നമ്മുടെ ഹോമോജീനിയസ് പാർട്ട്. ഈക്വൽ റൂട്ട്സ് ആണ് വരണമെങ്കിൽ കിട്ടുക. ഓക്കെ, അത് എടുത്ത് എഴുതി. ആർ എന്താണ് 3 ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ നമുക്ക് കിട്ടി. ഇനി നേരത്തെ പോലെ നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് C1ന്റെ വാല്യൂ 1 എന്നും C2ന്റെ വാല്യൂ -1/8 എന്ന് കിട്ടും. ആൻഡ് ദ സൊല്യൂഷൻ ഇസ് ഇത്. ഓക്കെ, ഇത് ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് തമ്മിൽ വലിയ മേജർ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഇതും അതേപോലെ തന്നെ നേരത്തെ കണ്ടത് തന്നെ, സെയിം തന്നെ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഇതും അത് തന്നെയാണ്, നമ്മളിപ്പോ കണ്ട ക്വസ്റ്റ്യൻസിന്റെ സെയിം തന്നെ. ഇവിടെ 6 കൂടെ പറഞ്ഞോണ്ട് 1/n ആയിരിക്കും ഓർത്താൽ മതി. എല്ലാം സെയിം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ഇന്നിപ്പോ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?